ഗുഡ് ഈവനിങ് ഗൈസ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു യൂട്യൂബ് ചാനൽ ഒന്നും കേട്ടോ, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ബേസിക് ആയിട്ടുള്ള ക്ലാസ് അല്ല, ഒരുവിധം ട്യൂട്ടോറിയൽ പോലെ എടുക്കുകയാണ്. ഞാനങ്ങനെ എക്സൽ അധികം പ്രോ ഒന്നല്ല, പിന്നെ പിള്ളേർക്ക് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ കോർപ്പറേറ്റിൽ അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 തിങ്സ് അതിൽ അറിയണം. അതിൽ വി ലുക്കപ്പ് ഒന്നാണ്, പിന്നെ ഉള്ളത് പിവറ്റ് ടേബിൾ. ഇത് ബേസിക് റിക്വയർമെന്റ് ആട്ടോ. അപ്പൊ നമുക്കിന്ന് വി ലുക്കപ്പ് നോക്കാം, കൂടെ ഫിൽറ്റർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊരു വിധം ഫിൽറ്റർ ഒക്കെ ഉപയോഗിക്കാൻ ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും, എന്നാലും ഞാൻ ജസ്റ്റ് പറയാം. ഫിൽറ്റർ എന്ന് വെച്ചാൽ നമുക്കൊരു സെറ്റ് ഓഫ് ഒരു ടേബിൾ ഉണ്ടെന്ന് വെച്ചോ, അതിൽ നിന്ന് കുറച്ച് വാല്യൂസ് നമുക്ക് ഫിൽറ്റർ ചെയ്യണം, അല്ലെങ്കിൽ സോർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഫിൽറ്റർ എങ്ങനെയാ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഡിസൈഡ് ആയിട്ടുള്ള വാല്യൂസ്, ഫോർ എക്സാമ്പിൾ ഈ എൻറ്റയർ ടേബിൾ ഞാൻ ചൂസ് ചെയ്യണം. ഇതിൽ ഡാറ്റയിൽ പോയിട്ട് ഫിൽറ്റർ ഇങ്ങനെയും ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഡാറ്റ എടുക്കുക, കൺട്രോൾ ഷിഫ്റ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ അതേ കണ്ടോ, ഇങ്ങനെ ഫിൽറ്റർ വന്നു കഴിഞ്ഞു. ഇത് ഒരു ഫുഡിന്റെ ടേബിൾ ഞാൻ ജസ്റ്റ് കുറച്ചൊക്കെ മോഡിഫിക്കേഷൻ വരുത്തി എടുത്തതാണ്. നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ദാ ഇതിലെ എനിക്ക് റീജിയൻ ഞാൻ ഫിൽറ്റർ ചെയ്യണു, സൗത്ത് റീജിയൻ്റെ എനിക്ക് വേണം. അപ്പൊ സൗത്തിലെ സിറ്റി അതിലേതാ, എനിക്ക് ബാംഗ്ലൂർ വേണമെന്ന് വെച്ചോ. ബാംഗ്ലൂരില് ഫുഡിലും ബിരിയാണിയുടെ ബിരിയാണി ഇതിൽ ഇതാ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഫിൽറ്റർ ചെയ്ത് പോവാം. ഇതിനാണ് ഫിൽറ്റർ. ഓക്കെ, ഫിൽറ്റർ കഴിഞ്ഞു. ഇത് ബേസിക് ആയിട്ടുള്ള സാധനം കേട്ടോ. നമുക്ക് മെയിൻ ആയിട്ട് പോകേണ്ടത് പിവറ്റ് ടേബിളിലോട്ടാണ്. പിവറ്റ് ടേബിൾ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ലാർജ് ഡാറ്റാസ് സിംപ്ലിഫൈ ആക്കണം, അത്രേ ഉള്ളൂ. ഒന്ന് സമ്മറൈസ് ചെയ്യണം ഡാറ്റേനെ, അതിന് വേണ്ടിയാണ് നമ്മൾ പിവറ്റ് യൂസ് ചെയ്യണം. അപ്പൊ ഈ ടേബിൾ തന്നെ എടുത്ത് നോക്കിയാൽ ഐ തിങ്ക് മോർ ദാൻ 245 245 ഉണ്ട് കോളംസ് റോസ്. പിന്നെ അതുപോലെ തന്നെ 9 കോളമും ഉണ്ട്. അപ്പോൾ ഒരു അത്യാവശ്യം വലിയ ഡാറ്റയാണ്. അപ്പോൾ ഇത് ചൂസ് ചെയ്യാൻ കൺട്രോൾ എ, ഡാറ്റ എടുക്കുക, എന്നിട്ട് നമ്മൾ പിവറ്റ് ടേബിൾ ഉണ്ടാക്കാം. അപ്പോൾ അത് എടുക്കണത് കൺട്രോൾ എ, അത് കഴിഞ്ഞ് ഇൻസർട്ട് പിവറ്റ് ടേബിൾ. ഇങ്ങനെയും എടുക്കാം, ഇല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഇതിന്റെ ഷോർട്ട് കട്ട് ഈശ്വര, കൺട്രോൾ എ ഓൾട്ട് എൻ ബി ഓക്കെ ടി, ഇങ്ങനെ നമുക്ക് എടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഷീറ്റിൽ തന്നെ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ ന്യൂ തന്നെ എടുക്കണം, ന്യൂ ഷീറ്റിൽ. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ ഒക്കെ ഫീൽഡ്സ്. ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണം. ഇതല്ലാണ്ട് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഓക്കെ, സപ്പോസ് നിങ്ങൾക്ക് ഓൾറെഡി എക്സൽ അത്യാവശ്യം സ്മാർട്ടാണ്, ഇത് തന്നെ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻസ് തരും. അപ്പോൾ അതിനു വേണ്ടി ഓൾട്ട് എഞ്ഞക്കുക, ഇൻസർട്ടിലോട്ട് പോവുക, റെക്കമെൻഡഡ് പിവറ്റ് ടേബിൾസ്. അപ്പൊ എക്സൽ തന്നെ കുറച്ച് ഒരു ഐഡിയ വെച്ച് തന്നെ അത് തന്നെ നിങ്ങൾക്ക് ഐഡിയാസ് തരും. ഇതിൽ പോയാൽ കണ്ടോ, ഓരോ ടൈപ്പ് ഓഫ് പിവറ്റ് ഇത് തന്നെ പറയുന്നുണ്ട്. സം ഓഫ് ടോട്ടൽ വാല്യൂസ്, ഓരോരോ റീജിയന്റെ ടോട്ടൽ ഓർഡർ വാല്യൂ, ഇല്ലെങ്കിൽ ഓരോരോ റീജിയന്റെ സം ഓഫ് ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ഓരോരോ കാറ്റഗറിയുടെ സം ഓഫ് വാല്യൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത് തന്നെ എടുക്കുകയാണെങ്കിൽ ഓക്കെ കൊടുത്താൽ ഇവിടെ കണ്ടോ ഇത് വരും. അപ്പൊ അങ്ങനെ നമ്മുടെ ഇപ്പൊ 2 പിവറ്റ് ടേബിൾ ഉണ്ടെന്ന് വെച്ചോ. ഇത് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോണു, ഇത് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോ ആസ് യു കെൻ സി, ഇതിൽ നിങ്ങൾക്ക് കാണില്ല അല്ലെ, ഇതൊന്ന് നീക്കാൻ പറ്റുമോ? ഇത് നീക്കാം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കോളംസ് ഉണ്ട്, റോസ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്. ഫസ്റ്റ് ഫിൽറ്റർ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ഇത് മാത്രമായിട്ട് വാല്യൂസിനെ ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പോവാം. ഫിൽറ്റർ, ഫോർ എക്സാമ്പിൾ എനിക്ക് റീജിയന്റെ ഫിൽറ്റർ വെക്കണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് നീക്കിയിട്ട് ഇവിടെ വെക്കണം. എനിക്ക് റീജിയൻ ഒരു ഫിൽറ്ററായി. ഞാൻ എന്ത് ചെയ്യണു, എനിക്ക് സൗത്തിന്റെ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇതില് നമ്മുടെ ടോട്ടൽ വാല്യൂയുടെ സമ്മ് മാത്രമേ വരുന്നുള്ളൂ. എനിക്ക് ഇനിയും വേണം. എനിക്ക് എന്താ വേണ്ടേ, എനിക്ക് ഓരോരോ സിറ്റിയുടെ ആണ് വേണ്ടേ. എന്ത് സിറ്റിയുടെ പ്രൊഡക്റ്റ് വൈസ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സിറ്റി നോക്കാം. ഓരോരോ സിറ്റി നമുക്ക് ഓരോരോ റോ വേണം. കണ്ടോ, സൗത്തിലെ ഓരോരോ സിറ്റി. ഇനി സം ഓഫ് വാല്യൂ എനിക്കിനി പോരാ, എനിക്കിനി എന്തുകൂടി വേണം. എനിക്ക് ഈ ടേബിൾ എന്തൊക്കെയുള്ള
റീജിയൻ ഉണ്ട്, സിറ്റി ഉണ്ട്, കാറ്റഗറി ഉണ്ട്. പ്രൊഡക്റ്റ് അത്യാവശ്യം കുറേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് കാറ്റഗറി പിടിക്കാം. കാറ്റഗറി നമ്മുടെ ഒരു കോളായിട്ട് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കാറ്റഗറി നമ്മുടെ കോളത്തിലിടണം. ഇപ്പം കണ്ടോ, ഇപ്പം ഇത്രയും കൂടി മീനിങ് ഫുൾ ആയത്. ബാംഗ്ലൂരിൽ ബിരിയാണി ഇത്രയുണ്ട്, ചെന്നൈയിൽ ബിരിയാണി ഇത്രയുണ്ട്. ഇത് നമുക്ക് ഇതിക്കാക്കാം കേട്ടോ. ഇത് റുപ്പീസിലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇതിലോട്ടാക്കാം. അപ്പോൾ ടോട്ടൽ സൗത്തിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ 3,15,000 ആണ്. അതിലെ ബർഗർ എത്രയാ? 1,05,000. ബിരിയാണിയുടെ 1,05,000, ബർഗറിൻ്റെ 52,000, നൂഡിൽസിൻ്റെ 25,000, പിസയുടെ ഇത് എല്ലാം കൂടി ചേർത്താൽ 3,50,000. അപ്പം ഇതൊരു മീനിങ് ഫുള്ളായി. നേരെ മറിച്ച് ഞാൻ ഈ സൗത്ത് മാറ്റി വെസ്റ്റ് ആക്കിയാലോ, എല്ലാം തന്നെ മാറും. കണ്ടോ, അഹമ്മദാബാദ്, ജോധ്പൂർ, ജയ്പൂർ, ഇതിൻ്റെ ടോട്ടൽ എത്ര? 3,30,000 ആയി മാറി. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഫിൽറ്ററുടെ പർപ്പസ്. നമ്മളിത് കളയണം, റിമൂവ് ഫീൽഡ്. ഇനി അടുത്തത് നമുക്ക് ഓൾറെഡി നമ്മളതിൽ ബിൽഡ് ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് എന്താ വേണ്ടേ? നമുക്കിനി വേണ്ടത് ഓരോരോ ഇത് പിടിക്കും. കാറ്റഗറി നമ്മുടെ റോ ആണ്. റോ ടു പ്രൊഡക്റ്റ് നമ്മുടെ വാല്യൂസ് ആണ്. ഇത് കണ്ടോ, ഇതിൽ നോക്കൂ. ഇതിൽ 2 തിങ്സ് ഉണ്ട്. ഇതിൽ നിങ്ങളുടെ വാല്യൂവിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമ്മുടെ കൗണ്ട്, പിന്നെ ഒരു സം. കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം എത്ര എണ്ണം ഉണ്ട് എന്നാണ്, എത്ര ബിരിയാണിയുടെ സെയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ്. 94 ഓർഡേഴ്സ് ഉണ്ടായിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്താൽ 244 വരും. കാരണം നമ്മുടെ ടോട്ടൽ ഓർഡേഴ്സ് അത്രയുണ്ട്. ഇത് വരണത് നിങ്ങളുടെ കൗണ്ടാണ്, എത്ര ഉള്ളതാണ്. ഇത് മാറ്റി നമുക്ക് സമ്മാക്കാൻ പറ്റും, പക്ഷേ അല്ല, ഇത് ആ ടൈപ്പുള്ള വാല്യൂ അല്ല. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിൽ ഈ വാല്യൂ പറ്റില്ലല്ലോ. പ്രൊഡക്റ്റ് കളഞ്ഞ് നമുക്ക് ഇതാക്കാം, ടോട്ടൽ ഓർഡർ വാല്യൂ ആക്കാം. അതിൽ സം പറ്റും. കണ്ടോ, കാരണം ആ ഒരു ഡാറ്റ ടൈപ്പ് അങ്ങനെയാണ്. ഇനി നമുക്ക് എന്താ, ഇനിയൊരു കോളം കൂടി ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതെന്താണ് ആഡ് ചെയ്യുക? നമുക്ക് ലെറ്റ്സ് സേ ഡേറ്റ് നമുക്ക് ഒരു കോളം, ഡേറ്റ് അങ്ങനെ കോളായിട്ട് ഇട്ട ഷോക്കായിരിക്കും. റീജിയൻ തന്നെ ഇടാം, അതാണ് ഇത്തിരി കൂടി എളുപ്പമുള്ള കോളം. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് പിവറ്റ് ടേബിൾ യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഒരു സിമ്പിള് സാധനം കേട്ടോ, പിവറ്റ് ടേബിൾ. പിന്നെ ഞാൻ ഈ എക്സൽ ഫയലും ഈ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. പിന്നെ വീഡിയോസ് കുറേ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇത് സിമ്പിളായിട്ടൊന്ന്, സിമ്പിൾ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ കോംപ്ലിക്കേറ്റ് ആക്കിയിട്ടുണ്ട്. എന്നാലും നിങ്ങളൊക്കെ നോക്കി നോക്ക്. ട്രൈ ആൻഡ് പ്രാക്ടീസ്. ഓരോരോ ഫങ്ഷൻസ് ഒക്കെ നോക്കുക. സമ്മ്, ബേസിക് ആയിട്ടുള്ള മാത്സ് ഫങ്ഷൻസ് നോക്കുക. അതായത് സമ്മ്, ആവറേജ്, ഡിവൈഡ്, അതല്ലാണ്ട് പിന്നെ എന്തൊക്കെയുള്ള, പിന്നെ കൗണ്ട്, ഇഫ് വെച്ച് നമുക്ക് നോക്കാം, വി ലുക്കപ്പ്, പിന്നെന്താ റൗണ്ട്, അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യും. ബേസിക് എക്സൽ പഠിക്കാൻ ഹാർഡ്ലി 1 വീക്ക് മതി. അപ്പോൾ ഓക്കെ, ഇതായിരുന്നു ഇന്നത്തെ ഒരു എന്നിട്ട് പറയാ പിവറ്റിന്റെ ഒരു വീഡിയോ. പോയി എന്താ വെച്ചാ വാല്യൂസിന്റെ ചേഞ്ച്, ഈ കാര്യം ഞാൻ വിട്ടുപോയി കേട്ടോ, സോറി ഗൈസ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇങ്ങനെ ഒരു ഷീറ്റ് ഉണ്ടെന്ന് വെച്ചോ. ഇങ്ങനെ ഓൾറെഡി നമ്മുടെ ഒരു പിവറ്റ് ടേബിൾ ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാനൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് ജസ്റ്റ് തിങ്ക്, ഐ മേഡ് എ മിസ്റ്റേക്ക്. ഞാൻ എന്താ ചെയ്തേ, എനിക്ക് സിറ്റി, ഫോർ എക്സാമ്പിൾ സിറ്റിയുടെ പേര് മാറി. ചിലപ്പോൾ ഇങ്ങനെ ഗവൺമെന്റ് ഒക്കെ പേരൊക്കെ മാറ്റൂലോ. ഞാൻ ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ഒരു എക്സാമ്പിൾ എന്താണ്, കൊച്ചി എന്ന് പറഞ്ഞത് മാറ്റി എറണാകുളം എന്നാക്കിന്ന് വെച്ചോ. എറണാകുളം. ഓക്കെ, പേസ്റ്റ് ചെയ്തു. ഞാനിങ്ങനെ പേസ്റ്റ് ചെയ്തപ്പോ ഈ ടേബിളിൽ ഇപ്പൊ എല്ലാം മാറി. എവിടെ? എറണാകുളം. ഫൈൻഡ് എറണാകുളം. ഓക്കെ, എറണാകുളം ഉണ്ട്. എൻ്റെ ഈ ഷീറ്റിൽ പക്ഷെ ഇപ്പോഴും കൊച്ചിയാണുള്ളത്. അപ്പോൾ ഇതെങ്ങനെ മാറ്റാം? ഇത് ഭയങ്കര എളുപ്പമാണ്. ഡാറ്റയിലോട്ട് പോവുക.
ഇവിടെ റിഫ്രഷ് ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. റിഫ്രഷ് ഓൾ കൊടുത്താൽ മതി. ഇത് കണ്ടോ, കൊച്ചി മാറി എറണാകുളമായി. അപ്പോൾ ഇതും കൂടി ഒന്ന് നോക്കുക. ലോക്കല് സംഭവമാണ്, പക്ഷെ എന്നാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഓക്കെ, ഇത് ഫൈനലായിട്ടുള്ള ബൈ. ഗുഡ് നൈറ്റ്.